നമസ്കാരം. തൻ്റെ 15ാമത്തെ വയസ്സിൽ ജീവിതത്തോട് പോരാടാൻ തുടങ്ങിയ വ്യക്തി, ചെയ്യാത്ത ജോലികളില്ല. വാട്സപ്പിൻ്റെ CEO സ്ഥാനത്തേക്ക് എത്തിയ കുനാൽ ഷായുടെ ജീവിതം ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. പിതാവിൻ്റെ ബിസിനസ് തകർന്നതിനെ തുടർന്ന് കുടുംബം കടക്കണിയിലായപ്പോൾ കുടുംബത്തെ സഹായിക്കാൻ തൻ്റെ 15ാം വയസ്സിൽ അദ്ദേഹം ജോലികൾ ചെയ്തു. ഡെലിവറി ബോയ്, ഡേറ്റ ഓപ്പറേറ്റർ, മെഹന്തി കോൺ വിൽപ്പനക്കാരൻ, ഇൻ്റർനെറ്റ് കഫേ ജീവനക്കാരൻ, വ്യാജ CD വിൽപ്പന, കമ്പ്യൂട്ടർ അധ്യാപകൻ തുടങ്ങി കുനാൽ ഷാ ചെയ്യാത്ത ജോലികളില്ല. കഠിനാധ്വാനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ വാട്സപ്പിൻ്റെ തലപ്പത്തെത്തിച്ചത്. റിസ്ക് എടുക്കുന്നവർക്കൊപ്പമാണ് വിജയമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നു. IIT, IIM ബിരുദങ്ങളോ അല്ലെങ്കിൽ ടെക് സംബന്ധമായ വിദ്യാഭ്യാസ പശ്ചാത്തലമോ ഉള്ള ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രമുഖ സ്റ്റാർട്ടപ്പ് സ്ഥാപകരിൽ നിന്നും വ്യത്യസ്തനാണ് കുനാൽ ഷാ. മുംബൈയിലെ വിൽസൺ കോളേജിൽ നിന്നും ഫിലോസഫിയിലാണ് അദ്ദേഹം ബിരുദമെടുത്തത്. ഫിലോസഫി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് 2024 Naukri.comന്റെ മാതൃകമ്പനിയായ ഇൻഫോ എഡ്ജിൻ്റെ സ്ഥാപകൻ സഞ്ജീവ് ബിഖ്ചന്ദാനിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഫിലോസഫി തിരഞ്ഞെടുക്കാൻ കാരണം ആ വിഷയത്തോടുള്ള പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് ചേരാൻ മാർക്ക് കുറഞ്ഞതുകൊണ്ടോ ആയിരുന്നില്ല. രാവിലെ 8 മണി മുതൽ 10 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്ന ഒരേ ഒരു വിഷയം അതായിരുന്നു. ക്ലാസ് കഴിഞ്ഞുള്ള ബാക്കി സമയം അത്രയും കുടുംബത്തെ സഹായിക്കാനുള്ള ജോലികൾ ചെയ്യാനായിരുന്നു വിനിയോഗിച്ചിരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കോളേജ് പഠനത്തിന് ശേഷം കുനാൽ ഷാ മുംബൈയിലെ നാൻസി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ MBAക്ക് ചേർന്നുവെങ്കിലും കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കുനാൽ ഷാ അത് ഉപേക്ഷിച്ചു. MBA ഉപേക്ഷിക്കാനുള്ള കാരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. ഒരു നിശ്ചിത പാഠ്യപദ്ധതിയിലൂടെ പഠിക്കുന്നതിനേക്കാൾ സ്വന്തമായി കാര്യങ്ങൾ പഠിക്കുന്നതാണ് എനിക്ക് കൂടുതൽ അനുയോജ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം അവിടുത്തെ സിലബസും സിദ്ധാന്തങ്ങളുമെല്ലാം മാർക്ക് നേടുന്നതിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതായിരുന്നു. കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നവയായിരുന്നില്ല അതൊന്നും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് MBA എന്ന രീതി വിജയിച്ചില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഈ കോഴ്സ് തനിക്ക് അനുയോജ്യമല്ലായിരുന്നു എന്നതിനർത്ഥം മറ്റുള്ളവർക്ക് MBA കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നല്ല എന്നും അദ്ദേഹം പറയാൻ മറക്കുന്നില്ല. ക്രെഡിൻ്റെ മേധാവി എന്ന ലേബലിലാണ് കുനാൽ ഷാ അറിയപ്പെടുന്നതെങ്കിലും അവിടെ നിന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തുടക്കം. ഒരു സംരംഭകൻ എന്ന നിലയിൽ ക്രെഡ് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സംരംഭം മാത്രമായിരുന്നു. കോളേജിൽ നിന്നിറങ്ങിയ കുനാൽ TIS ഇൻ്റർനാഷണൽ എന്ന BPO സ്ഥാപനത്തിൽ ജൂനിയർ പ്രോഗ്രാമറായി ചേർന്നു. പിന്നീട് പൈസ ബാക്ക് എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. മക്ഡൊണാൾഡ്സ്, ഡൊമിനോസ് പോലെയുള്ള കമ്പനികളുമായി ചേർന്ന് ക്യാഷ് ബാക്ക് നൽകുന്നതായിരുന്നു ബിസിനസ് മോഡൽ. എന്നാൽ മത്സരിക്കേണ്ടി വന്നത് വൻ ശക്തികളായ എതിരാളികളുമായിട്ടായിരുന്നു. അതിനാൽ അത് ഉദ്ദേശിച്ച രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല. എന്നാൽ പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തൻ്റെ ആശയം മൊത്തമായി അദ്ദേഹം ഉപേക്ഷിച്ചില്ല. പൈസ ബാക്കിൻ്റെ ആശയത്തിൻ്റെ തുടർച്ചയെന്നോണം 2010 ഫ്രീ ചാർജ് എന്ന കമ്പനി ആരംഭിച്ചു. ആദ്യം BPO കമ്പനിയിൽ ജോലി നൽകിയ സന്ദീപ് ടണ്ടൻ തന്നെയായിരുന്നു സഹസ്ഥാപകൻ. ഓൺലൈൻ മൊബൈൽ റീചാർജിന് സഹായിക്കുന്ന കമ്പനി എന്ന നിലയിൽ ഫ്രീ ചാർജിലേക്ക് കോടികളുടെ നിക്ഷേപം ഒഴുകി. മൊബൈൽ റീചാർജുകളും ഡിജിറ്റൽ പേയ്മെൻറ്റുകളും ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംരംഭം വേഗത്തിൽ തന്നെ ജനപ്രീതി നേടി. അക്കാലത്ത് ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വളർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ ഫ്രീ ചാർജ് ഏറെ വിജയം നേടി. മൊബൈൽ റീചാർജുകൾക്കും ബില്ലടക്കലുകൾക്കും ക്യാഷ് ബാക്കും റിവാർഡുകളും നൽകി കൂടുതൽ ജനപ്രിയമാകാനും ഫ്രീ ചാർജിന് സാധിച്ചു. നഗരങ്ങളിലെ യുവാക്കൾക്കിടയിലാണ് ഫ്രീ ചാർജിന് ഏറെ സ്വീകാര്യത ലഭിച്ചത്. 2015 ഏപ്രിലിൽ സ്നാപ്ഡീൽ ഏകദേശം 2800 കോടി രൂപയ്ക്കാണ് ഫ്രീ ചാർജ് സ്വന്തമാക്കിയത്. 2018 കുനാൽ ക്രെഡ് എന്ന പേരിൽ പുതിയ കമ്പനി തുടങ്ങിയത്. 8 വർഷം മുൻപ് തുടങ്ങിയ കമ്പനി ടൈഗർ ഗ്ലോബൽ, റിബിറ്റ് ക്യാപിറ്റൽ അടക്കമുള്ള വെഞ്ചർ ക്യാപിറ്റൽ കമ്പനികളിൽ നിന്ന് $100 കോടിയിലധികം നിക്ഷേപം സ്വന്തമാക്കി. NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ അദ്ദേഹം ക്രെഡിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വെറും 10ാം ക്ലാസ് മാത്രം പാസ്സായ വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ബിരുദങ്ങൾക്ക് പകരം താൻ കഴിവിനാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ജോലിക്ക് ആളുകളെ എടുക്കുമ്പോൾ ബിരുദങ്ങളെക്കുറിച്ച് ഒട്ടും ആകുലപ്പെടാത്ത വ്യക്തിയാണ് അദ്ദേഹം. പകരം പലതരത്തിലുള്ള കഴിവുകളുള്ളവരെക്കുറിച്ചും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരെയുമാണ് അദ്ദേഹം ജോലിക്ക് തിരഞ്ഞെടുക്കുക. ലിങ്ക്ഡിനിൽ ഷായെ കോൾ ടാഗ് ചെയ്തതിനു ശേഷം ആളുകൾ ക്രെഡിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സംഭവങ്ങളുമുണ്ട്. തൻ്റെ പദവിയെ ഒരു വലിയ സംഭവമായി കാണാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. യാതൊരു വിധത്തിലുമുള്ള തലക്കനവും തൻ്റെ ജീവനക്കാരോട് അദ്ദേഹം കാണിച്ചിരുന്നില്ല. മാത്രമല്ല ജോലി സ്ഥലത്തും ഇതേ സംസ്കാരം വളർത്തിയെടുക്കാൻ അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു. ക്രെഡിൽ ജീവനക്കാർക്കായി ഒരു മീം ചാനൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പരസ്പരം ട്രോളാനും തമാശയുണ്ടാക്കാനും ജീവനക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിൽ കുനാൽ ഷായും പെടും. ഞങ്ങളുടെ കമ്പനിയിൽ സ്വന്തം പദവിയെ വളരെ ഗൗരവമായി കാണുന്ന ആരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. അവിശ്വസനീയമാണ് ക്രെഡ് എന്ന ഇന്ത്യൻ ഫിൻടെക് കമ്പനിയുടെ വളർച്ച. ഏകദേശം 7 കോടി രൂപ തൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയാണ് 2018 കുനാൽ ഷാ ക്രെഡ് തുടങ്ങിയത്. ഈ കമ്പനിയിലാണ് 8 വർഷത്തിന് ശേഷം മെറ്റ ഇപ്പോൾ 8523 കോടി നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ നിക്ഷേപ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കുനാൽ ഷാ വാട്സപ്പിൻ്റെ CEO പദവിയിലേക്ക് എത്തുന്നത്. ക്രെഡ് കമ്പനിയുടെ സീരീസ് H ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വൻ തുക മെറ്റ നിക്ഷേപിച്ചത്. പുതിയ കരാർ പ്രകാരം ക്രെഡ് കമ്പനിയുടെ ഏകദേശം 20% ഓഹരികൾ മെറ്റയ്ക്ക് സ്വന്തമാണ്. ഈ നിക്ഷേപത്തോടെ ക്രെഡ് കമ്പനിയുടെ ആകെ മൂല്യം ഏകദേശം 43,239 കോടി രൂപയായി ഉയർന്നു.
ഈ മാറ്റത്തോടെ കുനാൽ ഷാ ക്രെഡ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് മെറ്റയുടെ ആഗോള നേതൃനിരയുടെ ഭാഗമാകും. ഇതുവരെ വാട്സപ്പ് മേധാവിയായിരുന്ന വിൽ കാത്കാർട്ട് മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന പുതിയ ചുമതലയിലേക്ക് മാറുകയാണ്. വാട്സപ്പിൽ പരസ്യങ്ങളിലൂടെയും സബ്സ്ക്രിപ്ഷൻ ഉൽപ്പന്നങ്ങളിലൂടെയും വരുമാനം കൂട്ടുക, പ്ലാറ്റ്ഫോമിലേക്ക് AI സാങ്കേതികവിദ്യ കൂടുതൽ ശക്തമായി കൊണ്ടുവരിക തുടങ്ങിയ വലിയ ചുമതലകളാണ് കുനാൽ ഷായെ ഏൽപ്പിച്ചിരിക്കുന്നത്. കുനാൽ ഷാ മാറുന്നതോടെ 2020 മുതൽ ക്രെഡിൻ്റെ സാമ്പത്തിക തന്ത്രപ്രധാന കാര്യങ്ങൾ നോക്കുന്ന മിറ്റൻ സമ്പത്ത് കമ്പനിയുടെ ഇടക്കാല CI ചുമതലയേൽക്കും. കമ്പനി ഭാവിയിൽ ഓഹരി വിപണിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതിനാൽ സ്ഥിരമായ ഒരു മാനേജ്മെൻറ്റ് ടീമിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ക്രെഡിറ്റ് ഡയറക്ടർ ബോർഡ്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുന്ന ആളുകൾക്ക് വിവിധ സമ്മാനങ്ങളും റിവാർഡുകളും നൽകിക്കൊണ്ടായിരുന്നു ക്രെഡിൻ്റെ തുടക്കം. എന്നാൽ ഇന്ന് പേയ്മെൻറ്റുകൾ, ലോണുകൾ, ഇൻഷുറൻസുകൾ, സമ്പാദ്യ പദ്ധതികൾ എന്നിവയെല്ലാം അടങ്ങുന്ന ഒരു വലിയ സാമ്പത്തിക സേവന പ്ലാറ്റ്ഫോമായി ക്രെഡ് വളർന്നു കഴിഞ്ഞു. നിലവിൽ പ്രതിമാസം 1.7 കോടി ആളുകൾ ക്രെഡ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആകെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളുടെ 70%-ലധികവും അടയ്ക്കുന്നത് ക്രെഡ് വഴിയാണ്. വിവിധ ബാങ്കുകളുമായി ചേർന്ന് ക്രെഡ് നൽകിയ വായ്പകളുടെ മൂല്യം 24,000 കോടി രൂപയിലെത്തി. 0-ൽ നിന്ന് തുടങ്ങി ഇന്ന് വർഷം 3,200 കോടി രൂപ വരുമാനമുള്ള ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായി ക്രെഡ് മാറിയിട്ടുണ്ട്. ഒരേ സമയം ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അതിന് ചെലവാക്കിയ പണത്തിൻ്റെ തിരിച്ചടവ് വലിയ തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഓരോ കാർഡിനെയും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചടവ് തീയതി ഓർത്തിരുന്ന് പണം അടയ്ക്കണം. ഒരു ദിവസം എങ്ങാനും വൈകിയാൽ ചെറുതല്ലാത്ത തുക പിഴയും അടയ്ക്കണം. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമായാണ് ക്രെഡ് അവതരിച്ചത്. എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും തിരിച്ചടവിന് ഏകജാല സംവിധാനം, ക്രെഡിറ്റ് സ്കോറും ഇതുവഴി അറിയാം. കൂടാതെ ഓരോ തിരിച്ചടവിനും ക്യാഷ് ബാക്കും പോയിന്റും ഉൾപ്പെടെ ഓഫറുകളും. ആദ്യമൊക്കെ 100 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടിയവരുണ്ട്. ബിസിനസ് പിടിച്ചപ്പോൾ ക്യാഷ് ബാക്കൊക്കെ കുറഞ്ഞു തുടങ്ങി. വാടക, കറണ്ട് ബില്ല് പോലെയുള്ള യൂട്ടിലിറ്റി ഫീസുകളും ഇതുവഴി അടയ്ക്കാം. വ്യത്യസ്തമായ പരസ്യങ്ങളിലൂടെയായിരുന്നു ക്രെഡ് ജനഹൃദയങ്ങൾ കീഴടക്കിയത്. സെലിബ്രിറ്റികളെ അവരുടെ യഥാർത്ഥ സ്വഭാവത്തിന് തികച്ചും വിപരീതമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ളവയായിരുന്നു ആ പരസ്യങ്ങൾ. പൊതുവെ ശാന്തശീലനായ കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ഇഷ്ടതാരമായ രാഹുൽ ദ്രാവിഡ് കലിപ്പനാകുന്ന 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരസ്യം ആളുകളെ പെട്ടെന്ന് തന്നെ ആകർഷിച്ചു. സന്ദേശം ലളിതവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ പരസ്യങ്ങൾക്ക് കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ് ബില്ലടവുമായി ബന്ധപ്പെട്ട് ഇടപാടുകാരുടെ വ്യക്തി സാമ്പത്തിക വിവരങ്ങൾ ക്രെഡിൻ്റെ കൈവശമുണ്ട്. ഇതെല്ലാം കൂടി മെറ്റയിലേക്ക് ചേരുമോ എന്ന ആശങ്ക ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒട്ടും ആശങ്ക വേണ്ട എന്നാണ് കുനാൽ ഷാ ഉറപ്പ് നൽകുന്നത്. മെറ്റ ഒരു ചെറിയ പങ്കാളി മാത്രമാണെന്നും ക്രെഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു വിവരവും മെറ്റയ്ക്ക് ലഭിക്കില്ലെന്നും കുനാൽ ഷാ വ്യക്തമാക്കുന്നു. കമ്പനിയുടെ ദൈനംദിന ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന് കുനാൽ ഷാ പൂർണ്ണമായി പിന്മാറുമെങ്കിലും ക്രെഡിൻ്റെ ഒരു പ്രധാന ഓഹരി പങ്കാളിയായി അദ്ദേഹം തുടരുക തന്നെ ചെയ്യും. വാട്സപ്പിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്ന് വിൽ കാത്കാർട്ട് പടിയിറങ്ങുന്നതോടെയാണ് ചുമതല കുനാൽ ഷായെ തേടിയെത്തിയത്. വിൽ കാത്കാർട്ടിന് പകരം കുനാൽ ഷാ CEO ചുമതലയേൽക്കുമെങ്കിലും വിൽ മെറ്റയിൽ തന്നെ തുടരുകയും AI ടൂളുകൾ ഉപയോഗിച്ചുള്ള ഉപഭോക്തൃ ആപ്ലിക്കേഷനുകളും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ ചുമതലയിലേക്ക് മാറുകയും ചെയ്യുമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 2010-ൽ അന്ന് മെറ്റയുടെ ഭാഗമായ അദ്ദേഹം ന്യൂസ് ഫീഡിൻ്റെ വികസനത്തിന് നേതൃത്വം നൽകിയതും ഫീഡിലും മൊബൈലിലും പരസ്യങ്ങൾ അവതരിപ്പിച്ചതും ഉൾപ്പെടെയുള്ള വിപുലമായ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2018-ൽ അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. അവിടെ വീഡിയോ, ഗ്രൂപ്പുകൾ, മാർക്കറ്റ് പ്ലേസ്, ന്യൂസ് ഫീഡ്, സ്റ്റോറീസ് തുടങ്ങിയവയുടെ മേൽനോട്ടം അദ്ദേഹം നിർവഹിച്ചിരുന്നു. അതേസമയം കുനാൽ ഷാ വാട്സപ്പിലേക്ക് മാറുന്നതോടെ ക്രെഡിൻ്റെ പ്രവർത്തന ചുമതലകളും ഇടക്കാല CEO സ്ഥാനവും നിലവിൽ കമ്പനിയുടെ സെക്കൻഡ് ഇൻ കമാൻഡായ മിഥൻ സമ്പത്ത് ഏറ്റെടുക്കും. മികച്ചൊരു ടീമിനെ ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് താൻ പടിയിറങ്ങുന്നതെന്നും കമ്പനി ഇനിയും പതിറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറുമെന്നും കുനാൽ ഷാ പ്രതികരിച്ചു. കുനാൽ ഷായുടെ കാഴ്ചപ്പാടുകൾ പിന്തുടർന്ന കമ്പനിയെ ഒരു പബ്ലിക് കമ്പനിയാക്കി മാറ്റാൻ ശ്രമിക്കുമെന്ന് മിഥൻ സമ്പത്തും വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമായി 300 കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഇന്ന് വെറും ഒരു മെസ്സേജിംഗ് ആപ്പ് മാത്രമല്ല. വാട്സപ്പിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നും ഇന്ത്യയാണ്. മുൻ മേധാവി വിൽ കാത്കാർട്ടിൻ്റെ കീഴിൽ കമ്പനി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയും നിരവധി പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുകയും ചെയ്തെങ്കിലും ചില വെല്ലുവിളികൾ വാട്സപ്പിന് മുന്നിലുണ്ട്. ഇന്ത്യയിലെ UPI വിപണിയുടെ 79% കൈയടക്കി വെച്ചിരിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ എന്നീ ഭീമന്മാരുമായി മുട്ടി നിൽക്കാൻ വാട്സപ്പ് പേയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ കുനാൽ ഷായുടെ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നാണ് മെറ്റ ഉറ്റുനോക്കുന്നത്. വാട്സപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വമ്പൻ കുതിപ്പിന് വഴി തുറക്കാൻ 0-ൽ നിന്ന് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കുനാൽ ഷായുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് മെറ്റ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക കമ്പനികളിലൊന്നായി ക്രെഡിനെ കുനാൽ ഷാ വളർത്തിയെടുത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെറ്റ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് പറഞ്ഞത് കുനാൽ ഷാ ഒരു ബിൽഡർ മെന്റാലിറ്റിയും ആഗോള കാഴ്ചപ്പാടുമുള്ള വ്യക്തിയാണെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ടെക് കമ്പനികളുടെ അമരത്തിരിക്കുന്ന ഇന്ത്യൻ വംശജരായ പ്രതിഭകളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ കുനാൽ ഷായും എത്തുന്നത്.